ചേർത്തല ദേശത്തെ അതിപുരാതനമായ കാവുകളിൽ ഒന്നാണ് പുത്തേഴത്ത് ശ്രീ കുരുമ്പക്കാവ്. അപൂർവമായി മാത്രം കാവുകളിൽ കാണുന്ന ദമ്പതി രക്ഷസും ദേവിയുടെ നിർദ്ദേശപ്രകാരം കാവിനോട് ചേർന്ന് ഒരു കളരിത്തറയും ഇവിടുത്തെ പ്രത്യേകതയാണ്. മംഗല്യദായിനിയായും സർവാഭീഷ്ട സൗഭാഗ്യദായികയായും ശത്രുവിനാശകയായും വാണരുളുന്ന പുത്തേഴത്ത് ദേവിയുടെ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം വരയ്ക്കുന്ന ഭദ്രകാളിയുടെ 64 തൃക്കരങ്ങളോട് കൂടിയ പഞ്ചവർണ്ണക്കളം കുടുംബാംഗങ്ങൾ ദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം വരയ്ക്കുന്ന 64 തൃക്കരങ്ങളോട് കൂടിയുള്ള ദേവിയുടെ കളമെഴുത്ത് വിശേഷങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം വിരലുകൾ ഉപയോഗിച്ച് 5 നിറമുള്ള പ്രകൃതിദത്ത പൊടികൾ കൊണ്ട് ദേവീദേവന്മാരുടെ രൂപങ്ങൾ നിലത്ത് വരയ്ക്കുന്ന സമ്പ്രദായമാണ് കളമെഴുത്ത് അഥവാ ധൂളി ചിത്രം. ചുവർ ചിത്രകലയുടെ ആദ്യ രൂപമായാണ് കളമെഴുത്ത് അറിയപ്പെടുന്നത്. കാളി, ദുർഗ, അയ്യപ്പൻ, യക്ഷി, ഗന്ധർവൻ, സർപ്പങ്ങൾ തുടങ്ങിയ മൂർത്തികളെയാണ് കളമെഴുത്തിന് മുഖ്യമായും ചിത്രീകരിക്കുന്നത്. കറുപ്പ്, വെള്ള, മഞ്ഞ, പച്ച, ചുവപ്പ് എന്നീ 5 വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് പഞ്ചവർണ്ണക്കളങ്ങൾ വരയ്ക്കുന്നത്. ഉപയോഗിക്കുന്ന 5 നിറങ്ങളും പ്രകൃതിദത്ത വർണ്ണങ്ങളായിരിക്കും. പുത്തേഴത്ത് ഭഗവതിയുടെ 64 തൃക്കരങ്ങളോട് കൂടിയ ചിത്രം മണ്ണിൽ എഴുതി ചേർത്തത് പാലക്കാട് ജില്ലയിലെ വള്ളുവനാട് പ്രദേശമായ നാഗലശ്ശേരിയിൽ നിന്നുള്ള ഹരീഷ് നാഗലശ്ശേരിയാണ്. കളമെഴുത്തിന് പുറമെ ചുമർ ചിത്രകലയും ചെയ്യുന്ന അദ്ദേഹം ഭാരത ഫെലോഷിപ്പ് ജേതാവും കേരള ഫോക്ലോർ അവാർഡ് ജേതാവും കൂടിയാണ്.